എടാ, നീ എന്നെ ഒന്ന് വഴക്കെങ്കിലും പറയടാ മോനെ. നീ ഇങ്ങനെ മിണ്ടായിരിക്കുന്ന കാണുമ്പോഴാ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം. ഞാൻ അങ്കിളുടെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുപാട് കുറവുകളുള്ള ഞാൻ അനക്കെ സ്നേഹിക്കാൻ പോയതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നാളെ സംഭവിക്കേണ്ട ദുരന്തം അത് ഇന്ന് സംഭവിച്ചു. അതിലെന്നെ അല്ലാതെ മറ്റാരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എന്നാലും കുറച്ചു കാലം കൊണ്ട് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറെ നല്ല മുഹൂർത്തങ്ങൾ കിട്ടി. ഇനി എൻ്റെ സ്വപ്നങ്ങളിൽ അനക്ക് എൻ്റെ ഭാര്യയാവും, അമൃതേശി എൻ്റെ ചേച്ചിയാവും, എനിക്ക് സ്നേഹമുള്ള 3 അനിയത്തിമാരുണ്ടാവും. അങ്ങനെ ജീവിക്കാനും ഒരു യോഗം വേണം, അല്ലേ വക്കീലേ? നീ ഇങ്ങനെ തകർന്നു പോകലല്ല മോനെ. നീ ഇപ്പൊ പറഞ്ഞു ഒന്നും നിന്റെ വെറും സ്വപ്നങ്ങൾ മാത്രമാകില്ല, ഒക്കെ നടക്കും. നോക്കിക്കോ. വക്കീലങ്ങള് ഇനിയെങ്കിലും എന്നോടൊരു സത്യം പറയണം. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്. എന്റെ അച്ഛൻ ആരാണെന്ന് അങ്കിളിന് അറിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് ജന്മം നൽകിയ എന്റെ അമ്മ ആരാണെന്ന് വക്കീലങ്ങൾ അറിയാം. അതാരാണെന്ന് വക്കീലങ്ങൾ ഇനിയെങ്കിലും എന്നോട് പറയണം. വഴക്കുണ്ടാക്കാനോ മകനെന്ന അവകാശം സ്ഥാപിച്ചെടുക്കാനോ ഒന്നുമല്ല. എന്റെ അമ്മയിപ്പോ ഭർത്താവും കുട്ടികളുമായി സമാധാനമായിട്ടൊരു കുടുംബജീവിതം നയിക്കുമായിരിക്കും. അതും എനിക്കറിയാം. അവരുടെ സമാധാനം തല്ലിക്കെടുത്തുന്ന ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ എനിക്കെന്റെ അമ്മയൊന്ന് കാണണം. സംസാരിക്കുക പോലും വേണ്ട, ദൂരെ നിന്ന് ഒരു നോക്ക് കണ്ടാ മതി. അങ്ങനെയെങ്കിലും ഞാനൊരു അനാഥനല്ലെന്ന് ഞാൻ സ്വയം വിശ്വസിക്കട്ടെ. വക്കീലങ്ങള് എന്റെ ആഗ്രഹം സാധിച്ചു തരില്ലേ? ഇല്ല മോനെ, നിന്റെ ആഗ്രഹം സാധിച്ചു തരാൻ ഈ വക്കീലങ്ങളിനെ കൊണ്ട് സാധിക്കില്ല. നിന്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിരുന്നു. ആ വലിയ മനുഷ്യൻ ഞാൻ കൊടുത്ത വാക്ക് മരണം വരെ ഞാൻ പാലിക്കും. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.